3 ടൂൾ ബോക്സ് ബാഗ് വാങ്ങിച്ചു. 3 ടൂൾ ബാഗ്, അല്ല 3 കുറച്ച് ടൂൾ ബാഗുകൾ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ്. റോളപ്പ് ടൂൾ ബാഗ് ഉണ്ടോ, റോളപ്പ് ടൂൾ ബാഗ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ഇതുപോലത്തെ റോളപ്പ് ടൂൾ ബാഗ് ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ട് പോലില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി. ഇത് ഒരെണ്ണം, അടുത്ത പാക്കറ്റ് പൊട്ടിക്കും. ആമസോണിലാണ് വാങ്ങിച്ചത്. വേറെ ഒരെണ്ണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് റോളപ്പ് ടൂൾ ബാഗ് ഓർഗനൈസർ എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ബാർകോഡ് ഇതാണ്, ആമസോണിൻ്റെ ബാർകോഡ്. കാക്കി കളറ് ആണോ ഇതിൻ്റെ കളർ ചെയ്ത്, അല്ല ഇതിൻ്റെ സ്റ്റിക്കർ ചെയ്ത്. X004Q. ഇത് വേറെ ഒന്ന്. ഇത് ഇതിൻ്റെ നമ്പർ X004 ആണെന്ന് തോന്നുന്നു. 4SS C3DD. അടുത്ത് വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടെ കുറേ വാങ്ങിച്ചു. കുറേ വാങ്ങിച്ചു. ഇതൊന്ന് അടുത്തത് ടൂൾ റോൾ ബാഗ്. ഓർഗനൈസ് യുവർ ടൂൾ വിത്ത് ഈസ്. ഓക്കെ, ആണ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. റോളപ്പ് ടൂൾ ബാഗ്, ഗ്രേറ്റ് ഓർഗനൈസർ, കാക്കി കളറെന്നൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന. ഒരു പേരൊക്കെ ഉണ്ട്, ഇല്ല ഒരു പേരൊക്കെ ഉണ്ട്. മോഡൽ TB01. ഇവിടെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ട് സൂപ്പറാണെന്ന് തോന്നുന്നു. നല്ല പ്ലാസ്റ്റിക് കൂടുതലൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ക്ലിപ്പൊക്കെ ഉണ്ട്. പേരുണ്ട്, ബ്രാൻഡുണ്ട്. ബ്രാൻഡുള്ള സാധനം നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പല സാധനങ്ങളും ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡും കാണില്ല, ഒന്നും കാണില്ല, പേരെഴുതി കാണിക്കില്ല, പേരൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരുമാതിരി നല്ലതാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇതിങ്ങനെ തുറന്ന് ഇതിനകത്ത് ടൂൾസ് ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ അകത്തും എങ്ങനെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം അല്ല, ബേസിക്കലി 4 എണ്ണം ഉണ്ടെന്ന് പറയാം. സെയിം ടൈപ്പ് 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4 ഇതൊക്കെ കിട്ടാം. പിന്നെ ഇതൊരു സെപ്പറേറ്റ് സാധനമായിട്ടാണ് തോന്നുന്നത്. ഇതിങ്ങനെ മാഗ്നറ്റിക് സാധനമായിട്ട് തോന്നുന്നത്. ഇങ്ങനെ കയ്യിൽ കെട്ടാവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. വെച്ചിട്ട് പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും മാഗ്നറ്റിക് പോലെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വയ്ക്കുമ്പോൾ സ്ക്രൂ ഒക്കെ ഇതിനകത്ത് തന്നെ ഇരുന്നോളും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മാഗ്നറ്റിക്കിൽ ഒട്ടിയിരുന്നോളും. ഓക്കെ, ഇതിനകത്ത് വേറൊരു കുഞ്ഞി പൗച്ചുണ്ട്. കുഞ്ഞി പൗച്ച്, ഇതൊക്കെ ഡിറ്റാച്ചബിളാണ്. ഇത് എടുക്കാം. പിന്നെ അത് തൂക്കിയിടാനുള്ളൊരു ഹുക്കുണ്ട്. പിന്നെ ഇത് തന്നെ 2 എണ്ണം ഹുക്ക് എടുത്ത് തൂക്കിയിടാനുള്ള, ഭിത്തിയിൽ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാം. പിന്നെ
ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ ഇപ്പുറത്തെ സാധനങ്ങളുണ്ട്. എൻ്റെ ഇപ്പുറത്തെ ഒരു പൗച്ചുണ്ട്, അതിനകത്ത് ടൂൾസോ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണെന്നറിയില്ല. ഇത് ഇനി എനിക്കറിയില്ല, എന്തായാലും വെച്ച് നോക്കാം. വെച്ച് നോക്കാം. ഇനി അടുത്തത് തുടങ്ങിയിട്ട് ഇത് ഇതാണ് ആമസോണിൻ്റെ കോഡ്. ഇത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ ക്യാരക്ടർ ടൈപ്പാണല്ലോ ഇത് രണ്ടും. ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഊരെടുക്കുക ഹാൻഡ് ഇതേപോലെ. അടുത്ത റോളപ്പ് ടൂൾ ബാഗ്. ഇതിനൊരു തോളത്ത് ഇടാനുള്ള ഹുക്ക് പോലത്തെ ഉണ്ടല്ലോ അല്ല. പിന്നെ ഇതൊരു പൗച്ച്, ഇതൊരു പൗച്ച്, ഇതൊരു പൗച്ച്, ഇതൊരു പൗച്ച് വെച്ച്. ഇതൊന്നും ഊരിയെടുക്കാവുന്നതല്ല എന്ന് ശ്രദ്ധിക്കണം. ഇത് ഊരിയെടുക്കാം, ഇത് ഊരിയെടുക്കാം. ഇത് രണ്ടും എന്നാ വ്യത്യാസമുള്ളത്? ഇതിനും ഞാൻ നേരത്തെ വാങ്ങിച്ചതുമായിട്ട് നോക്കുമ്പോൾ എവിടെയാണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. മൊത്തത്തിലൊരു വലുപ്പത്തിൽ ഇത് രണ്ടും നോക്കുമ്പോൾ അതിന് കുറച്ചും കൂടി വലുപ്പമുണ്ട് കാക്കിക്ക്. ഞാൻ വലുപ്പം കുറവുണ്ട് ചെറുതായിട്ട് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ. ഇങ്ങനെ വെച്ചിട്ട് ടൂൾസൊക്കെ ഇവിടെ വയ്ക്കാം. ടൂൾസ് പല സാധനങ്ങളും ഇവിടെ സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു ഹുക്കും ഉണ്ട്, ശ്രദ്ധിച്ചോ? ഈ ഹുക്കിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ആണി തൂക്കിയിടാം ബാഗ് മൊത്തത്തിൽ. ഈ സ്ട്രാപ്പ് വേണമെങ്കിൽ ഊരിയെടുക്കാം. സ്ട്രാപ്പ് വേണ്ടെങ്കിൽ സ്ട്രാപ്പ് മാറ്റി വയ്ക്കാം, ഹാൻഡിൽ ഉപയോഗിക്കാം. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൂൾസും ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ടൂൾ ബോക്സിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലില്ല, കുറേയൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരുന്നോളും. വെറുതെ ഇടുന്നതിനേക്കാളും നല്ലതാണ് ഒരു തരത്തിലുള്ള ടൂൾസ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, മറ്റേ തരത്തിലുള്ളത് ഇതുപോലത്തെ വേറെണ്ണത്തിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ കുറേ കൂടെ ഒരു ഒതുക്കം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് തുറന്ന് നോക്കാം. കണ്ടപ്പോൾ ഒരു ആവേശത്തിന് ഒരെണ്ണം കുറേ അങ്ങ് വാങ്ങിച്ചതാണ് ഞാനേ, കുറേ അങ്ങ് വാങ്ങിച്ചു. ഇതിന് ഇതുപോലെ സ്ട്രാപ്പുണ്ട്. എല്ലാം ഒരേ ടൈപ്പ്, ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഇത് ഇങ്ങനെ മാറ്റാം. ഇതൊക്കെ ഒരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കണ പോലെ തോന്നുന്നു. ഇതിങ്ങനെ മാറ്റാം. പിന്നെ ഇവിടെ മറ്റേതുപോലെയല്ല. ഇതിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടപ്പുണ്ട്, ഇതിലാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഊരി നോക്കാം. അതിൻ്റെ അകത്ത് പ്ലെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ടൂള് തന്നെ വയ്ക്കാം.
ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പവർ ടൂൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്ഥലം വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ ടൂളിൻ്റെ ബാറ്ററി വെക്കാം, പവർ ടൂളിൻ്റെ ബാറ്ററി വെക്കാം. ശരിയല്ലേ? ഓരോന്ന് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും നല്ലതാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ചാർജറോ കേബിളോ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇപ്പം എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ടൊക്കെ ഡിസ്കൗണ്ട് കണ്ടപ്പോഴാണ് ഈ ആമസോണിൽ നിന്ന് വാങ്ങുന്നത് കൂടുതൽ. ഇതടുത്തത്, ഇതിനൊരു പേരൊക്കെ ഉണ്ട്, പക്ഷെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊന്നും പേരില്ല. എന്താ, ചുമ്മാ ഒരു ടൂൾ ബാഗ് തരുന്നു. ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇതൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കണമായിരിക്കണം. ചുമ്മാ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് വിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സാധനം അങ്ങനെയൊന്നും അല്ല. കാരണം ഒരു ബ്രാൻഡ് പറഞ്ഞിട്ട് പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതും മെയ്ഡ് ഇൻ ചൈന. ആമസോണിൻ്റെ നമ്പർ ഇതാണ്, ന്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടൂൾ ബാഗ് മെയ്ഡ് ഫോർ ലൈഫ്, ടൂൾ റോൾ ബാഗ്. ഒരു പാക്കേജിങ് ഒക്കെ ഒരു നല്ലതാട്ടോ ഇതിൻ്റെ അകത്ത്. വാട്ടർ റെസിസ്റ്റൻറ്റ്, ഗ്രീസ് റെസിസ്റ്റൻറ്റ്. ഇതിന് ടേപ്പ് പോലെയുണ്ട് ഒട്ടിക്കാനായിട്ട്, ഒട്ടിച്ച ടേപ്പ് ഉണ്ട്. ഇതും എനിക്ക് സംശയം, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. ഇത് സീൽഡ് ബാഗാണ് കേട്ടോ. ഇതാണ് എനിക്ക് കുറേ കൂടെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. കാരണം സീലിങ്ങിലൊക്കെ കുറേ കൂടെ നല്ലപോലെ ഉണ്ട്. ഇതിന് ഇതിന് ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്. ഷോൾഡറിൽ ഇട്ട് നടക്കണം. ഇതിന് ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്, എന്താ ഷോൾഡറിൽ ഇട്ട് നടക്കാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ചെറിയ പൗച്ചുണ്ട്. ഇതിങ്ങനത്തെ ഒരു നീട്ടം കൂടുതലാണ് അതിൻ്റെ വള്ളിക്ക്. പക്ഷെ നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിലും ആക്കാമെന്ന് തോന്നുന്നു. കൂടുതൽ നീട്ടത്തിലേക്ക് മാറ്റാം. ഇതിന് അഡ്ജസ്റ്റ് ചെയ്തേ വലിപ്പം കൂടിയാലും. ഇതും ബേസിക്കലി എല്ലാം ഒന്ന് തന്നെയാണ്, ബേസിക്കലി സെയിം ആണ് എന്ന് പറയാം ഏകദേശം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇതിപ്പോൾ ഇങ്ങനത്തെ കെട്ടി വെക്കേണ്ട, ഇത് വേണമെങ്കിൽ മാറ്റാം. ഇത് ഇവിടെ ഊരി കളയാം. പിന്നെ ഈ വള്ളി ചെറിയൊരു പ്രശ്നമാവും. പക്ഷെ വള്ളി ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കെട്ടി വല്ലതും ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് വേണ്ട എന്ന് വിചാരിക്കുമോ. അപ്പോൾ ഇത് ഇങ്ങനെ പിടിക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ചുറ്റി വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വല്ലതും വെച്ചിട്ട് ചുറ്റി വല്ലതും മാറ്റി വയ്ക്കാം. പിന്നെ ഇത് പൂച്ചിന് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. കുറേ ടൂൾസ് അതിൻ്റെ അകത്ത് കയറും. സ്ക്രൂ ഡ്രൈവർ, പ്ലയർ, അങ്ങനെയുള്ള സ്ക്രൂ ഡ്രൈവർ എല്ലാം വേണമെങ്കിൽ ഒരു പൗച്ചിൽ വയ്ക്കാം. പിന്നെ പ്ലെയർ എല്ലാം ഒരു പൗച്ചിൽ വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി വേണമെങ്കിൽ ഒരു പൗച്ചിൽ വയ്ക്കാം, പവർ ടൂളിൻ്റെ ബാറ്ററി. ഡ്രില്ലൊന്നും വയ്ക്കാൻ പറ്റുമെന്ന് ഈ പൗച്ചിൽ, അതിനുള്ള വലുപ്പമില്ല. പക്ഷെ ചെറിയ പവർ ടൂളൊക്കെ വയ്ക്കാമെന്നുള്ളൂ. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഇത്. ഞാൻ ഈ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് പലതിൻ്റെയും പടം കണ്ടിട്ട് സിമിലറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഏതെങ്കിലും ഒരു ബാഗ് സെയിം ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. 4 കമ്പനിയിലാണ് വാങ്ങിച്ചത്, 4 സാധനമാണ് വാങ്ങിച്ചത്, സെയിം അല്ല വാങ്ങിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചായിരുന്നു ചിലപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഒരേ ടൈപ്പ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഊഹിച്ചായിരുന്നു. പക്ഷെ ഒരെണ്ണം സെയിം ആണെന്ന് തോന്നണമല്ലോ. ഇതും സെയിം അല്ലേ, കളർ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. കറക്റ്റാണല്ലോ, കറക്റ്റാ. ഓക്കെ, സെയിം സാധനം ഡിഫറെൻറ്റ് കളറ് അല്ലേ, സെയിം ഡിസൈന്. ഇവിടെ ഇത് 2 ഇതുണ്ട്, ഇതിനും ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ. പിന്നെ കറക്റ്റാണ്, ഞാൻ എഴുതിയത് കറക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ വില ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ എഴുതി കാണിക്കാറോ. ഇതിൻ്റെ വില ആമസോണിൽ നിന്ന് നോക്കിയെടുക്കണം. പറഞ്ഞാൽ ഇത് രണ്ടും ബേസിക്കലി ഒന്ന് തന്നെ, 2 ബ്രാൻഡായിട്ടാണ് വിൽക്കുന്നത്.
2 ബ്രാൻഡാണോ 2 ഐറ്റമായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, ഒരേ ഐറ്റം അല്ല വാങ്ങിച്ചത്. എനിക്ക് 2 കളർ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിങ്ങനെ കൃത്യമായിട്ട് എന്നാന്ന് ഞാൻ ആമസോണിൻ്റെ അക്കൗണ്ടിൽ നോക്കിയിട്ട് വീഡിയോയിൽ എഴുതി കാണിക്കാം, എഴുതി ഡിസ്പ്ലേ ചെയ്യാം. കാരണം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏതൊക്കെയാണ്. ഉണ്ട്, ഇത് 2 ഒരേ കളറ്. ഇതും ഏകദേശം സിമിലറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 എല്ലാം ഹോൾസെയിലായിട്ട് വാങ്ങുന്നതല്ലേ ആൾക്കാർ, പക്ഷേ ഒരേ വലിപ്പമല്ല. പക്ഷെ ഇതിന് വലിപ്പ വ്യത്യാസമുണ്ട്. ഇതിന് ബ്രാൻഡ് പേരുണ്ട്, ഇതിന് ബ്രാൻഡിൻ്റെ പേരില്ല, ഇതിനും ബ്രാൻഡിൻ്റെ പേരില്ല. പക്ഷെ ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സിൽ ബ്രാൻഡ് പേരുണ്ട്, പക്ഷെ ഐറ്റമിൽ ബ്രാൻഡ് പേരില്ല, ഇതിലും ബ്രാൻഡ് പേരില്ല. ആണ് ടൂൾ ബാഗ്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ഇറക്കാം, ടൂളുകൾ ഇട്ടിട്ട്. ഓക്കെ.